ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JRF പോയിൻറ്റ്സ്. ഞാൻ ഐശ്വര്യ. നമ്മുടെ ചാനലിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് UGC നെറ്റ് ആൻഡ് JRFൻ്റെ സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ്, അതും മലയാളത്തിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് പേര് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഞങ്ങളിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു ചാലഞ്ചായിരുന്നു ലാംഗ്വേജ് പ്രോബ്ലം എന്നുള്ളത്. സോ അത് ഓവർകം ചെയ്യുന്ന രീതിക്ക് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം, അതിൽ നമ്മുടെ സിലബസ് എല്ലാം മലയാളത്തിൽ കവർ ചെയ്യാം എന്നൊരു ഉദ്ദേശത്തിലാണ് JRF പോയിൻറ്റ്സ് എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചാനൽ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണെന്ന് കവർ ചെയ്യുന്നത്. അതിൽ പ്രപ്പോസിഷണൽ കാൽക്കുലസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ എന്താണ് ഒരു പ്രപ്പോസിഷൻ എന്ന് നോക്കാം. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. എന്ത് പ്രപ്പോസിഷൻ? സോ ഇതിന് എന്താ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്നുള്ളത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ എസ് ഓർ നോ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ അതെന്താണ്? പ്രപ്പോസിഷൻ എന്നാണ് പറയുക. നമ്മളതിനെ ഡിനോട്ട് ചെയ്യാൻ 1 അല്ലെങ്കിൽ T, ഏതിനെ? ട്രൂവിനെ ഡിനോട്ട് ചെയ്യാനും ഫോൾസിനെ ഡിനോട്ട് ചെയ്യാൻ F അല്ലെങ്കിൽ 0 എന്നും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ് R. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 + 3 = 6. സോ നമുക്കറിയാമല്ലോ 2 + 3 5 ആണ്, 6 അല്ല. സോ അതെന്താണ്? ഫോൾസ് ആണെന്ന് നമുക്കറിയാം. സോ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഇതെന്താണ്? ഒരു പ്രപ്പോസിഷൻ ആണ്. ബിക്കോസ് നമുക്കവിടെ ഫോൾസ് എന്നൊരു വാല്യൂ പറയാൻ പറ്റിയില്ല, ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റി. നമ്മൾ അനദർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ A + 3 = 5. സോ നമ്മൾ A + 3 എന്നുള്ളത് നമുക്ക് 5 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അല്ലേ? എൻ്റെ വാല്യൂ അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അതുവരെ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. സോ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ അത് പ്രപ്പോസിഷൻ അല്ല. ഓക്കെ, നമ്മൾ കുറച്ച് കണക്റ്റീവ്സ് നോക്കാം. എന്താ വെച്ചാൽ ഒരു പ്രപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വരുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് കണക്റ്റീവ്സ് വേണം. സോ അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിന് മുമ്പ് അതിന് ഇനിയൊരു പേരാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് നമ്മൾ പറയും. അതിന് ഫസ്റ്റ് കണക്റ്റീവ് എന്ന് പറയുന്നത് നെഗേഷൻ, അല്ലെങ്കിൽ അതിനെ നോട്ട് എന്ന് പറയും. അതിൻ്റെ സിമ്പിൾസ് ആണ് ഈ ടിൽഡ് ഓപ്പറേറ്റർ, പിന്നെ എല്ലിൻ്റെ ഇൻവേർട്ടഡ് ഫോമായിട്ട് നമ്മൾ ഈ കാണുന്ന 3 രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺജങ്ഷൻ അല്ലെങ്കിൽ ആൻഡ്. ആൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് തിയറിയിൽ നമ്മൾ പറയുന്ന ഏതായിരിക്കും? ആൻഡ് എന്നാണെങ്കിൽ ഇൻ്റർസെക്ഷൻ അല്ലേ? ഇൻ്റർസെക്ഷൻ എങ്ങനെ എഴുതാം? നമ്മൾ യുവിൻ്റെ ഇൻവേർട്ടഡ് ആയിട്ട് എഴുതും അല്ലേ? അതേപോലെ ഇവിടെ വിൻ്റെ ഇൻവേർട്ടഡ് ആയിട്ട് എഴുതുന്നതാണ് എന്ത്? കൺജങ്ഷൻ അല്ലെങ്കിൽ ആൻഡ്. നെക്സ്റ്റ് വൺ ഡിസ്ജങ്ഷൻ ഓർ, അതായത് നമ്മുടെ സെറ്റ് തിയറി കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ യൂണിയൻ. സോ ഇവിടെ അത് എന്താണ്? വി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഡിസ്ജങ്ഷൻ അല്ലെങ്കിൽ ഓറിനെ. സോ നമ്മൾ ആൻഡ് ഓർ എന്നാണ് നമ്മൾ പറയുമ്പോൾ യൂസ് ചെയ്യുക. ഡിസ്ജങ്ഷൻ കൺജങ്ഷൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും ആൻഡ് ഓർ എന്നാണ് നമ്മൾ കൂടുതലായിട്ട് പറയുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷൻ. ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈഫ് ദെൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ആരോ ആണ്. അതായത് നമ്മളൊരു P എന്ന് എഴുതിയിട്ട് ഒരു ആരോ ഇട്ടിട്ട് Q എന്ന് എഴുതിയാൽ അതിനെ വായിക്കേണ്ടത് ഇഫ് P then Q എന്നാണ് നമ്മളതിനെ റീഡ് ചെയ്യുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈ കണ്ടീഷണൽ, അല്ലെങ്കിൽ അതിനെ ഈഫ് ആൻഡ് ഓൺലി ഈഫ് എന്ന് പറയാം. അതായത് ഇംപ്ലിക്കേഷൻ്റെ 2 എണ്ണം, അതാണ് 2 സൈഡ് ആരോ ഇട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് 2 രീതിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആ കണക്റ്റീവിനെ, അതായത് ബൈ കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രപ്പോസിഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൂത്ത് വാല്യൂ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പ്രപ്പോസിഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ എങ്ങനെയാണ് ആ ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കുക? ആ ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കുന്നതിനുള്ള ഡിവൈസ് ആണ് എന്ത്? ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടേഷണൽ ഡിവൈസ് ആണ്. നമുക്കൊരു പ്രപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നതും അതിൽ എങ്ങനെയാണ് ഒരു ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കുന്നതും എന്ന് നോക്കാം. സോ അതിന് നമ്മളിവിടെ നമ്മളെടുത്തിരിക്കുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രപ്പോസിഷൻ ഇതാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് വായിക്കാമെന്ന് പറഞ്ഞു? ഇംപ്ലിക്കേഷനാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ? സോ ഇഫ് P then Q, പിന്നെ ഈ നടുവിലുള്ള ഈ ഓപ്പറേറ്റർ എന്താ? ഇറ്റ് ഈസ് ആൻഡ്. സോ ഇഫ് P then Q ആൻഡ് ഇഫ് Q then P, ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ. സോ നമുക്കിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ, അതായത് ഈ ഇംപ്ലിക്കേഷനെ എക്സ്പാൻഡ് ചെയ്താലേ നമുക്ക് അതിൽ നിന്ന് ബാക്കി സൊല്യൂഷൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. സോ നമ്മൾ എപ്പോഴും ഇംപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മോസ്റ്റ് പ്രോബബ്ലി നമ്മളവിടെ എന്ത് ചെയ്യാറുണ്ട്? എക്സ്പാൻഡ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഇഫ് P then Qനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താ കിട്ടുക വെച്ചാൽ നോട്ട് P ഓർ Q എന്നാണ് കിട്ടുന്നത്.
അതായത് ഈ രണ്ട് വേരിയബിൾസിൽ ഫസ്റ്റ് വേരിയബിളിൽ നെഗേഷനും കൊടുക്കും, സെക്കൻഡ് വേരിയബിൾ അതേപോലെ എഴുതുക, എന്നിട്ട് അതിനെ ഓർ വെച്ചിട്ട് കണക്ട് ചെയ്യുക. അതാണ് ഇംപ്ലിക്കേഷൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ അതെന്തായി, ഇഫ് പി ദെൻ ക്യൂ എന്നാണെങ്കിൽ അതെന്താവും, നോട്ട് പി ഓർ ക്യൂ ആവും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രപ്പോസിഷൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ എന്താ ഉള്ളത്, ഇഫ് ക്യൂ ദെൻ പി ആണല്ലേ. സോ അതിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്താവും, ഫസ്റ്റ് ഓപ്പറേറ്ററിൻ്റെ നോട്ടും സെക്കൻഡ് ഓപ്പറേറ്റർ അതേപോലെയാണ്. സോ അപ്പോൾ അതെന്തായി, നോട്ട് ക്യൂ പിന്നെ പി യു ആണ്, കണക്ട് ചെയ്താൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഓറാണ് അല്ലേ. സോ നോട്ട് ക്യൂ ഓർ പി എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തായി, നമ്മുടെ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്, നമുക്ക് തന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇഫ് പി ദെൻ ക്യൂ ആൻഡ് ഇഫ് ക്യൂ ദെൻ പി അല്ലേ. സോ അതെന്തായിരിക്കുകയാണ്, നോട്ട് പി ഓർ ക്യൂ ആൻഡ് നോട്ട് ക്യൂ ഓർ പി അല്ലേ. ഇനി നമ്മളിതിനെ ട്രൂത്ത് ടേബിളിലേക്ക് ഇടാൻ നമുക്കിവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം, ഇനി നോട്ട് പി വേണം, അതേപോലെ ക്യൂ വേണം, നോട്ട് ക്യൂ വേണം, അതേപോലെ പി വേണം അല്ലേ. സോ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം, അതിനെ ഓർ ചെയ്യാനുണ്ട്, ആൻഡ് ചെയ്യാനുണ്ട്, എങ്ങനെയെന്ന് നോക്കാം. സോ നമ്മൾ നോർമലി ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ടാക്കുമ്പോൾ അതിനെ ടേബിൾ ഫോർമാറ്റിൽ എഴുതും, എന്നിട്ട് അതിൽ ഏതൊക്കെ വാല്യൂസ് ആണോ ഏതൊക്കെ വേരിയബിൾസ് ആണോ വേണ്ടത് അതിനെയൊക്കെ ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുക. സോ നമുക്കറിയാം, നമുക്ക് പി വേണം, ക്യൂ വേണം, അതേപോലെ നോട്ട് പി നോട്ട് ക്യൂ വേണം, പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ പ്രൊപ്പോസിഷൻ്റെ ഇംപ്ലിക്കേഷൻ്റെ എക്സ്പാൻഷൻ ആയിരുന്നു അല്ലേ, നോട്ട് പി ഓർ ക്യൂ. സോ ഈ നോട്ട് പി ഓർ ക്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നോട്ട് പിയും വേണം, ക്യൂ നമ്മൾ എഴുതും. അതേപോലെ ഇവിടെ നമുക്ക് നോട്ട് ക്യൂ കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ നോട്ട് ക്യൂവും നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പീൻ്റെ ക്യൂ നമുക്ക് രണ്ട് വേരിയബിൾസ് ആണല്ലേ. ഫസ്റ്റ് നമ്മളിതിൽ വാല്യൂസ് ഇടുമ്പോൾ സീറോസ് ആൻഡ് വൺസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടി എഫ്, അതായത് ഫോർ ട്രൂ ഫോൾസ്, ടി എഫ് എന്ന് 1നും 0യ്ക്കും പകരം ടി എഫും, അല്ലാന്നുണ്ടെങ്കിൽ 0 1 തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ നമുക്ക് എങ്ങനെ ഈ പീൻ്റെയും ക്യൂൻ്റെയും വാല്യൂസ് ഇടാമെന്ന് നോക്കാം. നമ്മളിവിടെ എന്താ ചെയ്യുക വെച്ചാൽ 1 and 0ൻ്റെ കോമ്പിനേഷനായിട്ട് പി 1 ആകുമ്പോൾ ക്യൂ 1ഉം 0യും ആവണം, അതേപോലെ പി 0 ആകുമ്പോഴും ക്യൂ 1ഉം 0യും ആവുന്ന രീതിക്ക് നമ്മൾ എല്ലാ കോമ്പിനേഷൻസും ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ എത്ര കോമ്പിനേഷൻസ് വരും, നമ്മളെല്ലാം എഴുതിയോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരും അല്ലേ. സോ അപ്പോൾ നമുക്ക് നോക്കാം, രണ്ട് വേരിയബിൾസാണ് നമുക്കുള്ളത് അല്ലേ, പി ആൻഡ് ക്യൂ. സോ രണ്ട് വേരിയബിൾ ഉള്ളപ്പോൾ നമുക്ക് 2 power 2, അതായത് 2 power n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ്. സോ നമുക്ക് 2 power 2 കോമ്പിനേഷൻസ് ആണ് നമുക്ക് കിട്ടുക. സോ 2 power 2 is 4, നമുക്ക് 4 കോമ്പിനേഷൻസ് ആണ് കിട്ടുക. ഓക്കെ, നമുക്കങ്ങനെ കൺഫേം ചെയ്യാം എത്ര കോമ്പിനേഷൻസ് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഴുതേണ്ടത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പി 0 ആക്കി, പി 0 ആക്കുമ്പോൾ എന്ത് വേണം, ക്യൂ 1ഉം 0യും ആവണം. സോ ഫസ്റ്റ് പി 0 ആയപ്പോൾ ക്യൂ 0 ആയി, അടുത്തത് അഗെയിൻ പി 0 ആയപ്പോൾ ക്യൂ 1 ആയി അല്ലേ. ഇപ്പോൾ പി 0 ആയപ്പോൾ ക്യൂവിൻ്റെ രണ്ട് കോമ്പിനേഷൻ വന്നു, അടുത്തത് പി 1 ആക്കുകയാണ്, അവിടെ നമ്മൾ ക്യൂക്ക് 0യും അഗെയിൻ പി 1 ആയി ക്യൂക്ക് 1ഉം കൊടുത്തു. ഇപ്പോൾ എന്തായി, നമ്മുടെ കോമ്പിനേഷൻസ് എല്ലാം കിട്ടി. ഇനി നോട്ട് പി കാണണം, അടുത്ത് നമുക്ക് വേണ്ടത് നോട്ട് പി ആണല്ലേ. സോ നോട്ട് പി കാണാൻ വെരി സിമ്പിൾ, എന്താണ്, പീൻ്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ അതെന്തായി, നോട്ട് പി അല്ലേ. നമ്മൾ നോട്ട് പി എന്ന് പറയുമ്പോൾ അത് നെഗേഷൻ ആണ് അല്ലേ, അതായത് നെഗറ്റീവ് എടുക്കുന്ന പോലെ. സോ അപ്പോൾ പീൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പി 0 ആണ്, അപ്പോൾ ഇവിടെ എന്താ വരിക, നോട്ട് പി എന്നുള്ളത് 1 വരും അല്ലേ. അതേപോലെ അടുത്തത് പി 0 അഗെയിൻ നോട്ട് പി 1 ആവും, പി 1 ആകുമ്പോൾ നോട്ട് പി എന്താവും, 0 ആവും. സോ അങ്ങനെ നമുക്ക് വാല്യൂസ് എല്ലാം നോട്ട് പീൻ്റെ കിട്ടി. സെയിം ആസ് നമ്മൾ ക്യൂവിൻ്റെയും ചെയ്യാണ്, ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്, അപ്പോൾ നോട്ട് ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ എന്ത് വരും, 1 വരും. അതേപോലെ ക്യൂവിൻ്റെ വാല്യൂ 1 വരുമ്പോൾ ഇവിടെ നോട്ട് ക്യൂവിൻ്റെ വാല്യൂ 0 വരും. ഇങ്ങനെ നമ്മൾ അടുത്തടുത്ത നോട്ട് ക്യൂവിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി സിമ്പിളാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ അതേപോലെ ചെയ്യുക. ഇപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നോട്ട് പി ഓർ ക്യൂ അല്ലേ. നമുക്ക് നോട്ട് പി ഇവിടെ ഉണ്ട്, ക്യൂ ഇവിടെ ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, രണ്ടിൻ്റെയും ഓർ ചെയ്യാൻ പോകണം. ഓർ പറഞ്ഞാൽ എങ്ങനെയാണ്, രണ്ടും 0 എന്ന കണ്ടീഷനിൽ മാത്രമേ നമുക്ക് 0 കിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസും എന്താവും, നമുക്ക് 1 കിട്ടും അല്ലേ. അതാണ് ഓറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫുൾ സെറ്റ് ഇതാണ് അല്ലേ. സോ ഈ സെറ്റിൽ കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മാത്രമേ എന്തുള്ളൂ, 2ഉം 0 ഉള്ളൂ. സോ ഇവിടെയൊക്കെ ബാക്കിയുള്ള കണ്ടീഷൻസിലൊക്കെ എന്ത് വരും, 1 1 വരും, ഇവിടെ മാത്രം എന്ത് വരും, 0 വരും. ബാക്കി എല്ലാവിടെയും ഓരോ 1 ഉണ്ട് അല്ലേ. നമ്മൾ ഓർ ആൻഡ് നോർമലി ചെയ്യുന്ന അതേപോലെ തന്നെയാണിത്. അടുത്ത അതേപോലെ നോട്ട് ക്യൂ ഓർ പി, നമ്മുടെ നോട്ട് ക്യൂ ഇവിടെ ഉണ്ട്,
നമ്മുടെ നോട്ട് ക്യൂ ഇവിടെ ഉണ്ട്, പി ഇവിടെ ഉണ്ട് അല്ലേ. സോ അപ്പോൾ നോട്ട് ക്യൂ ഓർ പി ചെയ്യുക. അതേപോലെ അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനിലാണ് 2ഉം 0 വരുന്നത്. ബാക്കി എല്ലാം അവിടെ എന്തുണ്ട്, പിക്കും നോട്ട് ക്യൂവിനും എന്തുണ്ട്, 1 ഉണ്ട്. സോ അവിടെ മാത്രം എന്ത് വരും, 0 വരും. കണ്ടോ, അവിടെ മാത്രമാണ് നമുക്ക് 0 വന്നിരിക്കുന്നത്, ബാക്കിയെല്ലാം 1. സോ ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് റിസൾട്ടിലേക്ക് വരാം. നമ്മുടെ പ്രൊപ്പോസിഷൻ നമ്മൾ ഇംപ്ലിക്കേഷൻ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, നോട്ട് പി ഓർ ക്യൂ ആൻഡ് നോട്ട് ക്യൂ ഓർ പി. സോ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആൻഡ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. സോ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 2 ലൈനിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ആൻഡ് കണ്ടുപിടിച്ചാൽ നമ്മുടെ റിസൾട്ട് കിട്ടി. സോ ആൻഡിൻ്റെ പ്രത്യേകത എന്താണ്, 2ഉം 1 വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ 2ഉം ട്രൂ ആയാൽ മാത്രമേ നമുക്ക് ട്രൂ എന്ന് എഴുതാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസിലും ഫാൾസ് ആണ് അല്ലേ. സോ ഇവിടെ 2ഉം 1 വരുന്ന കേസ് ഏതാണ്, ഫസ്റ്റത്തെ കേസും ലാസ്റ്റത്തെ കേസും നമുക്ക് 2ഉം 1 ആണ് അല്ലേ. സോ അപ്പോൾ എന്തായി, അവിടെ 1 വരും, ബാക്കിയുള്ള 2 കേസസും 0 ആവും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്താണ്, 1 0 0 1, അതായത് 0 ആൻഡ് 1ൻ്റെ കോമ്പിനേഷനാണ് നമ്മുടെ റിസൾട്ട്. സോ ഇപ്പോൾ നമ്മുടെ റിസൾട്ട് എങ്ങനെയാണ് പറയുക, ഒരു ട്രൂത്ത് ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിനെ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ നമുക്ക് 3 കണ്ടീഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ 3 ടൈപ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റിസൾട്ടിനെ എക്സ്പ്രസ് ചെയ്യുക. ഫസ്റ്റ് വൺ കോണ്ടിജൻസി, സെക്കൻഡ് വൺ കോൺട്രഡിക്ഷൻ ആൻഡ് തേർഡ് വൺ ഇസ് ടോട്ടോളജി. സോ വാട്ട് ഈസ് കോണ്ടിജൻസി, അതായത് 0s and 1s കോമ്പിനേഷനായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മൾ കോണ്ടിജൻസി എന്ന് പറയുക. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് പോലെ 0s and 1s കോമ്പിനേഷനാണല്ലോ നമുക്ക് കിട്ടിയ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതെന്താണ്, കോണ്ടിജൻസിയാണ്. കോണ്ടിജൻസിൻ്റെ ഇനിയൊരു നെയിമാണ് സാറ്റിസ്ഫയബിൾ. അതായത് നമുക്ക് നമ്മൾ റേറ്റിംഗ് ഒക്കെ എഴുതുന്ന പോലെ സാറ്റിസ്ഫയബിൾ ആണ് എന്ന് പറയാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വാലിഡ് ആയിട്ടില്ല, ബട്ട് സാറ്റിസ്ഫയബിൾ, രണ്ടിൻ്റെയും മിക്സിങ് ആയതുകൊണ്ട്. നെക്സ്റ്റ് കോൺട്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ കോൺട്രഡിക്ഷൻ്റെ മീനിങ് തന്നെ എന്താണ്, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ പോലെ അല്ലേ. സോ ദാറ്റ് ഈസ് നെഗറ്റീവ്, കംപ്ലീറ്റ് ആയിട്ട് 0 വരികയാണെങ്കിൽ ഇറ്റ് ഈസ് കോൺട്രഡിക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി അൺസാറ്റിസ്ഫയബിൾ, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തതാണ്. ദ ലാസ്റ്റ് വൺ ഇസ് ടോട്ടോളജി വിച്ച് ഇസ് ഓൾ 1, കിട്ടിക്കഴിഞ്ഞാൽ അത് ടോട്ടോളജിയാണ്, അതായത് വാലിഡ്, ആ റിസൾട്ട് എന്നുള്ളത് വാലിഡ് ആണ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിസൾട്ടിനെ എക്സ്പ്രസ് ചെയ്യുക ട്രൂത്ത് ടേബിൾ കഴിയുമ്പോൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി നമുക്ക് കേൾക്കുമ്പോൾ ഒന്നും തോന്നേണ്ട, വെരി സിമ്പിൾ. അതായത് നമുക്ക് ആൻഡ് ഉണ്ടെങ്കിൽ അതിനെ ഓർ വെച്ച് റീപ്ലേസ് ചെയ്യുക, ഓർ എന്നുണ്ടെങ്കിൽ അതിനെ ആൻഡ് വെച്ച് റീപ്ലേസ് ചെയ്യുക. അതാണ് എന്ത്, പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. അതായത് യൂണിയൻ എന്നുള്ള എക്സ്പ്രഷൻ എവിടെയൊക്കെ നമ്മൾ യൂണിയൻ യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇൻ്റർസെക്ഷൻ യൂസ് ചെയ്യുക, ഇൻ്റർസെക്ഷൻ യൂസ് ചെയ്തവിടെയൊക്കെ യൂണിയൻ യൂസ് ചെയ്യുക. സോ ഓപ്പോസിറ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. സോ ഒരു പ്രൊപ്പോസിഷൻ തന്ന് അതിൻ്റെ ഡ്യുവൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആൻഡ് ഉള്ളവിടെയൊക്കെ ഓർ എഴുതുക, ഓർ ഉള്ളവിടെയൊക്കെ ആൻഡ് എഴുതുക. സോ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോ നമ്മൾ ട്രൂ എന്നുള്ളവിടെ ഫാൾസ് എന്ന് എഴുതാം, അതേപോലെ 1 എന്നുള്ളവിടെ 0. സോ ആൻഡ് ഓർ എഴുതുന്ന പോലെ തന്നെയാണ് TF, അതേപോലെ 0 1 എല്ലാവിടെയും നമ്മൾ അതാണ് റീപ്ലേസ് ചെയ്യുക. ദെൻ സെൽഫ് ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്, എന്നിട്ട് അതിനെ ഡ്യുവൽ ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ് കിട്ടുന്നുണ്ട് എങ്കിൽ അതെന്താണ്, സെൽഫ് ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അതിനെ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അതിന് മുമ്പ് നമുക്കൊരു ട്രൂത്ത് ടേബിൾ തന്നിട്ട് അതിൽ എത്ര കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസിഷൻ തന്നിട്ട് അതിൽ നിന്ന് എത്ര കോമ്പിനേഷൻസ് ഓഫ് ട്രൂത്ത് ടേബിൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ 2 power n കോമ്പിനേഷൻസ് ചെയ്യാൻ പറ്റും. n എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്പർ ഓഫ് വേരിയബിൾസ്. ഇപ്പോൾ നമ്മൾ ചെയ്തൊരു പ്രൊപ്പോസിഷനിൽ അവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്, 2 വേരിയബിൾസ് ആണ് അല്ലേ, P ആൻഡ് Q 2 വേരിയബിൾസ് ആണ്. സോ 2 power 2 കോമ്പിനേഷൻ ഓഫ് ട്രൂത്ത് ടേബിൾസ് നമുക്ക് എവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ പ്രൊപ്പോസിഷൻ വെച്ചിട്ട്. സോ അതിൻ്റെ ഫോർമുലയാണ് 2 power n. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റിയുടെ. സോ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്, നോട്ട് P ആൻഡ് നോട്ട് Q. സോ നമ്മൾ എന്താ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നോട്ടുള്ളവിടെയൊക്കെ ആൻഡ് ഉള്ളവിടെയൊക്കെ ഓർ ആക്കുക, ഓറുള്ളവിടെയൊക്കെ ആൻഡ് ആക്കുക. ഇവിടെ നമുക്ക് ആൻഡ് ആണ്, സോ നമ്മളതിനെ ഓർ ആക്കുക. അപ്പോൾ എന്താവും, നോട്ട് P ഓർ നോട്ട് Q. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണ്, P ഓർ Q ആൻഡ് R. അപ്പോൾ ഇതെന്താവും, P ആൻഡ് Q ഓർ R. സോ ആൻഡ് ഓർ ആർ ഇൻ്റർചേഞ്ച്ഡ്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇക്വലൻസ് ഓഫ് പ്രൊപ്പോസിഷൻ. സോ ഇക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പ്രൊപ്പോസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വലൻസ് പറയുക. സോ നമ്മൾ രണ്ട് പ്രൊപ്പോസിഷൻ തന്നു, എന്നിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യാണ്, ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. എല്ലാ കേസസിലും ആ ട്രൂത്ത് ടേബിളിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് സെയിം ആണ് എന്നുണ്ടെങ്കിൽ ആ രണ്ട് പ്രൊപ്പോസിഷനും ഇക്വാലൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. നമ്മളതിനെ ഡിനോട്ട് ചെയ്യാൻ, ആ ഇക്വലൻസിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ഡബിൾ സൈഡഡ് ഡബിൾ ലൈൻ ആരോ അല്ലെങ്കിൽ 3, അതായത് ഈക്വൽ ടു തന്നെ അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ 3 ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇക്വലൻസ് ഓഫ് പ്രൊപ്പോസിഷൻ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് രണ്ട് പ്രൊപ്പോസിഷൻ തന്നിട്ടുണ്ട്. നോട്ട് ഓഫ് പി ഓർ ക്യൂ ആൻഡ് നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ, ഇത് രണ്ടും ഈക്വലൻ്റ് ആണോ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പറയാൻ മതി ഈക്വലൻ്റ് ആണെന്ന്. എങ്ങനെയാ വെച്ചാൽ ഈ നോട്ട് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, നോട്ട് പി നോട്ട് ക്യൂ എന്നാവും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ നോട്ട് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് നോട്ട് പി നോട്ട് ക്യൂ എന്നാവും. അപ്പോൾ നോട്ട് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ സൈൻസ് ചേഞ്ച് ആവും. സോ അവിടെ ഉള്ള എന്താവും, ഓർ ആൻഡ് ആവും. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുക. ബട്ട് നമുക്ക് നോക്കാം. സോ നമ്മൾ അഗെയിൻ എന്ത് ചെയ്യാണ്, നമ്മൾ ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. പി ക്യൂ എന്ന് നമ്മൾ വാല്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കോളംസ്. സോ പിൻ്റെ ക്യൂൻ്റെയും വാല്യൂസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത അതേപോലെ തന്നെ ചെയ്യാണ്. P0 ആകുമ്പോൾ Q0 ആവുക, അതേപോലെ P0 Q1, അഗെയിൻ P1 ആകുമ്പോൾ Q0 ആവുക 1 ആവും. സോ ഇങ്ങനെ നമ്മൾ കോമ്പിനേഷൻസ് എടുത്തു, അതായത് 2n കോമ്പിനേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് വേണ്ട നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലുള്ള P ഓർ Q അല്ലേ. സോ P ഓർ Q നമ്മൾ കണ്ടുപിടിക്കുക. സോ P ഓർ Q പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഓറാണ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, രണ്ട് വേരിയബിൾസ് ഉണ്ട്, P ആൻഡ് Q. നമ്മൾ ഓർ കണ്ടുപിടിക്കുകയാണ്. ഓർ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടും 0 ആയ കേസസ് മാത്രമേ 0 വരുള്ളൂ. സോ ഫസ്റ്റ് കേസ് മാത്രമേ നമുക്ക് അവിടെ എന്ത് വരുള്ളൂ, 0 വരുള്ളൂ. ബാക്കിയെല്ലാം 1 വരും, ബിക്കോസ് ബാക്കി എല്ലാത്തിലും നമുക്ക് 1 ഉണ്ട്. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകണം. അതിലെന്താ വേണ്ടത്, നമുക്ക് നോട്ട് പി അതേപോലെ നോട്ട് ക്യൂ വേണം അല്ലേ. സോ നോട്ട് പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, പീൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാം ട്രൂവിനെ ഫോൾസ് ആക്കുക, ഫോൾസിനെ ട്രൂ ആക്കി എഴുതുക. സോ നമുക്ക് അങ്ങനെ എഴുതുമ്പോൾ എന്താ കിട്ടുക, നോട്ട് പി എന്നുള്ളത് ഫസ്റ്റ് കേസിൽ 1, സെക്കൻഡ് കേസ് ഓൾസോ 1, തേർഡ് കേസ് 0 ആവും, ഫോർത്ത് കേസ് ഓൾസോ 0, നോട്ട് പി. അതേപോലെ നമ്മുടെ ക്യൂവിൻ്റെ ഈ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതാണ്, നോട്ട് ക്യൂ എഴുതാണ്. ദാറ്റ് ഈസ് 1 0 1 0 എന്ന് കിട്ടി. സോ ഇപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, അതായത് നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. നമുക്ക് നോട്ട് പി നോട്ട് ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, അതിനെ രണ്ടിനെയും കൂടെ നമുക്ക് ആൻഡ് ആണ് ചെയ്യേണ്ടത് അല്ലേ. സോ അപ്പോൾ നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെയും ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ആൻഡിൽ നമുക്ക് അറിയാലോ രണ്ടും 1 വരുന്ന കേസ് ഇവിടെ മാത്രമേ നമുക്ക് 1 വരുന്നുള്ളൂ, രണ്ടും ബാക്കിയെല്ലാം 0s വരുന്നുണ്ട്. സോ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും, 1 0 0 0 എന്നാണ് നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പി ഓർ ക്യൂ എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അവിടെ എന്തുണ്ട്, ഒരു നോട്ട് ഉണ്ടല്ലോ പുറത്ത്. സോ നോട്ട് ഓഫ് പി ഓർ ക്യൂ ആണ്. സോ നമ്മൾ അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പി ഓർ ക്യൂ കിട്ടിക്കഴിഞ്ഞു. പി ഓർ ക്യൂ ഇത് എവിടെ ഉണ്ട്, പി ഓർ ക്യൂ അതിൻ്റെ നോട്ട്, അതായത് നോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവണം, വാല്യൂസ് എല്ലാം ഓപ്പോസിറ്റ് ആക്കി എഴുതുക. സോ ഇവിടെ 0 ആണെങ്കിൽ അത് ഇവിടെ എന്താവും 1, പിന്നെ ഇവിടെയൊക്കെ എന്താണ് 3 കേസസും 1 ആണ്. അപ്പോൾ ഇവിടെ എന്തായി, എല്ലാം 0 ആയിട്ട് വരും അല്ലേ. സോ ഇപ്പോൾ എന്തായി, നമ്മുടെ രണ്ട് പ്രൊപ്പോസിഷൻ നമുക്ക് തന്ന രണ്ട് പ്രൊപ്പോസിഷൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ആ വാല്യൂസ് അനലൈസ് ചെയ്യാം. നോക്കിക്കേ, രണ്ടിൻ്റെയും അതായത് എല്ലാ കേസസിലും ഫോർ ഓൾ പി ആൻഡ് ക്യൂ, ഈ രണ്ട് വേരിയബിൾസിൻ്റെ എല്ലാ കേസസിലും എന്ത് വരണം, ആ പ്രൊപ്പോസിഷന് സെയിം വാല്യൂസ് വരണം. അതാണ് ഇക്വലൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 1 0 0 0 0 0 0. സോ നമുക്ക് എന്ത് മനസ്സിലായി, ഇത് എല്ലാ കേസസിനും ഈക്വൽ ആണെന്ന് മനസ്സിലായി. സോ അതെന്താണ്, ഈ രണ്ട് പ്രൊപ്പോസിഷൻസും ഈക്വൽ ആണ് അല്ലെങ്കിൽ ഇക്വാലൻ്റ് ആണ് എന്ന് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്, നമ്മുടെ അടുത്ത വീഡിയോയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് കുറച്ച് ലോസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.